ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടിട്ടുന്നത്. രാവിലത്തെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്, ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തേക്ക് നമ്മളെ കുഞ്ഞുമണി എണീറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇവർ മൂന്നാളിൽ ആദ്യം എണീറ്റ് വലിയ കുഞ്ഞാപ്പുവാണ് കേട്ടോ. അവൾ എണീറ്റ് വന്നത് ഇന്ന് വലിയ ശരിയില്ലായിരുന്നു കേട്ടോ. സ്കൂളിൽ പോകാൻ കുറച്ച് മടിയൊക്കെ ആയിട്ടാണ് ഇന്ന് എണീറ്റ് വന്നത്. അതിൻ്റെ ഇത് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ ഇത് കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നേരം അപ്പവും കടലക്കറിയാണ് ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ കേട്ടോ. നേരം കടലക്കറി ഇതാ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ഉണ്ടാക്കണം. അപ്പം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞാപ്പക്കുട്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആദ്യം ഉണ്ടാക്കണം. അരത്തേക്ക് മാള് ഇരുന്നിടത്തു നിന്ന് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടായി. പിന്നെ കുറച്ച് നേരം എടുത്ത് കയ്യിലൊക്കെ വെച്ചു. പിന്നെയും സോപ്പിട്ട് താഴെ ഇറക്കി വെച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദോശ ചൂടൽ പരിപാടി കഴിഞ്ഞിട്ട്. കയ്യിലിങ്ങനെ എടുത്ത് വെച്ച് പണിയെടുക്കാനാവേയില്ല. ആൾ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടല്ല, മക്കളെ നമ്മൾ കുറേ നേരം കയ്യിലെടുത്ത് വെക്കുമ്പോൾ എന്തോ ഒരു കൈ കടച്ചിൽ പ്രത്യേകമായിട്ട് വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ മറ്റവർ രണ്ടാളും എണീറ്റ് അവിടെ യൂണിഫോം തേക്കലും. പൊന്നിന് യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, ചക്കരക്ക് യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. നേരെ കുഞ്ഞാപ്പൂവിന് സ്പെഷ്യലായിട്ട് രണ്ട് കണ്ണ്, മൂക്ക്, വായ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാലാണ് അങ്ങനെ പറയില്ല, നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നൂസിനാണെങ്കിൽ ജലദോഷം പിടിച്ചിട്ടുണ്ട്. ചക്കരക്കുട്ടി ഇരുന്നും കിടന്നൊക്കെയാണ് കേട്ടോ രാവിലത്തെ തീറ്റ. പൊന്നൂന് ജലദോഷം പിടിച്ചിട്ട് ആകെ ഒരു അസ്വസ്ഥത ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഒന്ന് ചോറിന് പൊന്നൂസിന് ക്യാബേജ് തോരനും അച്ചാറുമാണ്. ക്യാബേജ് തോരൻ ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും പിന്നെ കൊണ്ടുപോയിട്ട് കഴിക്കുന്നതുകൊണ്ട് അങ്ങ് കഴിക്കും കേട്ടോ. ക്യാബേജും അച്ചാറും ആക്കി. ഇന്ന് സമയം കിട്ടിയിട്ടില്ല കേട്ടോ. രാവിലെ വിറകിൻ്റെ പ്രശ്നം, വിറക് നനവുള്ളത് കൊണ്ട് കത്തുന്നേയില്ല. ചോറിന് തീ കത്തിക്കാൻ പോയിട്ട് രാവിലത്തെ ഒരു 1/4 മണിക്കൂർ എൻ്റെ അത് അങ്ങനെ പോയി കിട്ടിയിട്ടാണ്. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങിയത്. കുഞ്ഞാപ്പക്കുട്ടിക്ക് ഇന്ന് സ്നാക്സ് ഇന്നലെ കൊണ്ടുപോയത് ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ആൾക്ക് വന്നപ്പോൾ തുടങ്ങിയിട്ട് ചെറിയ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം കൂടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കുടിക്കുമ്പോൾ ഒന്നും കുടിക്കണില്ലല്ലോ. ക്രീം ബിസ്ക്കറ്റ് കൊണ്ടുപോകേണ്ട, സാധാ ബിസ്ക്കറ്റ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ അതിട്ട് പറ്റൂല. ക്രീം ബിസ്ക്കറ്റ് തന്നെ വേണം താനും. സാധാ ബിസ്ക്കറ്റ് തിന്നൂല്ല. അന്നേരം ഇന്നലെ കേക്കായിരുന്നു കൊണ്ടുപോയി, അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഒരു കടിയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെള്ളവും അതേപടി തന്നെ ഉണ്ടായിരുന്നു. ഒരു കവിളങ്ങാണ്ടേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കൊണ്ട് വൈകുന്നേരം പിന്നെ കുറച്ച് നേരം വയറുവേദനയൊക്കെ എടുത്ത് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. ഞാൻ ചക്കരേൻ്റെ കുപ്പിയാണ് കേട്ടോ. പൊന്നു പിന്നെ വെള്ളം കൊണ്ടുപോകില്ല, ആൾക്ക് പിന്നെ വെള്ളം വേണ്ട. അത് അങ്ങനത്തെ ഒരാളാണ്. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് അവൾ. ഒരു കുപ്പി ലീക്ക് ഔട്ട് അടിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ബാഗിൽ വെച്ച ബാഗ് നനയണ്ടല്ലോ എന്ന് വെച്ച് നോക്കുമ്പോൾ ലീക്കൊന്നും അടിക്കുന്നില്ല. കുഞ്ഞാപ്പക്കുട്ടിക്ക് സ്നാക്സ് ഇന്നിപ്പോൾ ലേശം മിച്ചറും 2 ബിസ്ക്കറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിക്കുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതൊന്ന് ചക്കരേൻ്റെ വണ്ടി എന്നും നേരത്തെ വരാറ്. ഇന്നിപ്പോൾ നേരം വൈകി വന്നാൽ മതി എന്ന് അവരെന്നെ പറഞ്ഞു. 9 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 9 മണിക്കാണെന്ന് ചക്കരേൻ്റെ വണ്ടി വന്നത്. കുഞ്ഞാപ്പക്കുട്ടി വെയിറ്റിംഗ് ചെയ്യാണ്. കുഞ്ഞാപ്പക്കുട്ടി ഇന്ന് കുറച്ച് ചീമൂടിലാണ് കേട്ടോ സ്കൂളിൽ പോയേക്കുന്നത്.